യുവ സംവിധായകനായ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രം ഭ്രമയുഗം, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചെയ്ത ചിത്രം ലോകമാകെ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയായിട്ട് മാറിക്കഴിഞ്ഞു. കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും രാജ്യത്തും പുറത്തും കോടികളാണ് സിനിമ വാരിക്കൂട്ടുന്നത്. ഒരു പരീക്ഷണ ചിത്രം ഇത്രയും വൻ ഹിറ്റായി മാറി എന്നുള്ളത് മലയാള സിനിമാ ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു കാര്യമായിരിക്കും. മലയാള സിനിമയുടെ അഭിമാനം കൂടിയാണ് ഭ്രമയുഗം എന്ന് പറയുന്നത്. ഞങ്ങളതിനെ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും പല വിലയിരുത്തലുകൾ വന്നു കഴിഞ്ഞു. അതിൻ്റെ ബോക്സ് ഓഫീസ് ചാർട്ട്, കോടികൾ കിലുങ്ങുന്ന സിനിമ, പിന്നെ അതിൻ്റെ മേക്കിങ്, അതിൻ്റെ സാങ്കേതിക വശങ്ങൾ, അങ്ങനെ ധാരാളം റിവ്യൂ വിലയിരുത്തലൊക്കെ വന്നു കഴിഞ്ഞു. ഞങ്ങൾക്ക് അതിനകത്ത് പറയാനുള്ളത് മറ്റൊരു ആംഗിളാണ്. ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് എ പൊളിറ്റിക്കൽ ഫിലിം. ഭ്രമയുഗം പൊളിറ്റിക്കലാണ്. ഇന്നത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെ ലോകത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥകളോട് തുറന്ന് സംവദിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ചിത്രമാണ് ഭ്രമയുഗം എന്ന് പറയുന്ന ഹൊറർ ഫാൻറ്റസി സിനിമ. ഈ ഹൊറർ ഫാൻറ്റസിയിൽ എങ്ങനെ ഇത് പൊളിറ്റിക്കലാവുന്നു എന്നത് നമ്മൾ എത്ര പേർ ചിന്തിക്കുന്നുണ്ടാവും. ആ വശത്തെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് 14-15 നൂറ്റാണ്ടിൽ നടന്ന ഒരു സംഭവം, ഈ കുടമൺ പോറ്റിയുടെ ഈ ഒരു പ്രമേയത്തിന് സമാനമായ കാര്യങ്ങൾ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ പറയുന്നുണ്ട് എന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എനിവേ, ഇങ്ങനെ ഒരു പ്രമേയം എടുത്തിട്ട് ഒരു ഹൊറർ ബ്ലാക്ക് മാജിക് സിനിമ ഇങ്ങനെ എടുത്തതിൻ്റെ പിന്നിലെ സന്ദേശം, ആ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം, അതിനെപ്പറ്റിയാണ് ഞങ്ങൾ ആലോചിച്ചത്. അപ്പം ഇത് പൊളിറ്റിക്കൽ ഫിലിം തന്നെയാണ്. അതായത് എങ്ങനെ ഇത് പൊളിറ്റിക്കൽ ആവുന്നു ഭ്രമയുഗം, അല്ലെ കൊടുമൺ പോറ്റി എങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഫാസിസ്റ്റ് അധികാര സ്വരൂപമായിട്ട് മാറുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പ്രതിരൂപമായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ഞങ്ങൾ പറയുന്നത്, ഇന്നത്തെ അധികാര ശ്രേണിയെ തന്നെ ഉറപ്പിക്കുന്ന ഒരു സിനിമയാണ് ഭ്രമയുഗം. അതായത് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന ജനത. ഈ സിനിമയിലെ 2 കഥാപാത്രങ്ങൾ, പാണനായ ദേവന്റെ കഥാപാത്രം, അർജുൻ അശോകൻ ചെയ്യുന്ന കഥാപാത്രം, അതേപോലെ അവിടുത്തെ വെപ്പുകാരനായ, അവിടുത്തെ പണിക്കാരനായ, അവിടെ ശവക്കുഴി കുഴിക്കുന്നവനായ സിദ്ധാർത്ഥ ഭരതന്റെ കഥാപാത്രവും അവിടുത്തെ അടിമകളാണ്. അടിമയെ എങ്ങനെ അധികാരി കൂടെ നിർത്തുന്നു, എങ്ങനെ ഭരിക്കുന്നു, എങ്ങനെ പെരുമാറുന്നു എന്നതിൻ്റെ അധികാര രാഷ്ട്രീയത്തിൻ്റെ ഒരു വലിയ മൂർത്തമായ ഇലമെന്റ്സ് ഈ സിനിമയിൽ കടന്നു വരുന്നുണ്ട്. ഒരാളുടെ സ്വാതന്ത്ര്യം മുഴുവൻ ഇങ്ങനെ കയ്യിലാക്കിയിട്ട് ആഹാരം കൊടുക്കുന്നു, കിടക്കാനിടം കൊടുക്കുന്നു, സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. പക്ഷേ നിനക്ക് സ്വാതന്ത്ര്യമില്ല, അത് എൻ്റെ കയ്യിലാണ്. അതാണ് അധികാര രാഷ്ട്രീയം, അതാണ് ഫാസിസ്റ്റ് രാഷ്ട്രീയം. അതാണ് ഭ്രമയുഗം മുന്നോട്ട് വെക്കുന്ന ഒരു സന്ദേശം. അതാണ് മമ്മൂട്ടിയുടെ കൊടുമൺ പോറ്റി പറഞ്ഞ കഥാപാത്രം അതിൻ്റെ പ്രതിരൂപമാണ് എന്നതാണ് ഞങ്ങളിവിടെ ആദ്യമേ പറഞ്ഞത്. അർജുൻ അശോകന്റെ കഥാപാത്രമായാലും സിദ്ധാർത്ഥ ഭരതന്റെ കഥാപാത്രമായാലും അവരെല്ലാം സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടവരാണ്. നമുക്കെല്ലാം കിട്ടിയാലും, വയറു നിറച്ച് ചോറ് കിട്ടിയാലും, ആഹാരം കിട്ടിയാലും, കിടക്കാൻ നല്ല പൂമത്ത കിട്ടിയാലും, നമ്മളൊരു ഇൻവിസിബിൾ ജയിലിനുള്ളിലാണെങ്കിൽ, അദൃശ്യ തടവറ, പിന്നെ നമുക്കെന്ത്? അതാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ചോദ്യം. അപ്പൊ അങ്ങനെ ഇൻവിസിബിൾ ജയിൽ, അദൃശ്യ ജയിലാണ് കൊടുമൺ പോറ്റിയുടെ മന എന്ന് പറയുന്നത്. അപ്പൊ ഈ രക്ഷപ്പെടാനാവാത്ത ഈ 2 കഥാപാത്രങ്ങൾ നമ്മുടെ ഇന്നത്തെ ജനതയുടെ പ്രതീകങ്ങളാണ്. അധികാര രാഷ്ട്രീയത്തിൽ കഴിയുന്ന ജനങ്ങളുടെ പ്രതീകങ്ങളാണ്. നമ്മുടെ രാജ്യം ഉൾപ്പെടെ നേരിടുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെയാണ് ഇതിനകത്ത് നമുക്ക് കൊണ്ടുവരാൻ കഴിയുക. സ്വാതന്ത്ര്യമില്ലാതെ ഒരു അടിമയെപ്പോലെ നമ്മൾ ജീവിച്ചു തീർക്കുമ്പോഴാണ് സ്വാതന്ത്ര്യം എന്തെന്നുള്ളതിൻ്റെ ഒരു തോന്നൽ അതിൻ്റെ പരകോടിയിലെത്തുന്നത്. അത് ശരിക്കും അർജുൻ അശോകന്റെ ആ കഥാപാത്രത്തിൽ, ദേവൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ആ മാനറിസം, ആ ഒരു പെർഫോമൻസ് ആ സിനിമയിൽ കാണുമ്പോഴേ അദ്ദേഹം ആ കഥാപാത്രം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമില്ലായ്മ, എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ള ഒരു ശ്വാസമുട്ടൽ, അതിനെ എത്ര തീക്ഷ്ണമായിട്ട്, മനോഹരം എന്നുള്ള വാക്കൊന്നല്ല പറയേണ്ടത്,
അതിനെ എത്ര തീക്ഷ്ണമായിട്ടാണ് അർജുൻ അശോകന്റെ കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് ആ സിനിമ കാണുമ്പോൾ നമുക്ക് ബോധ്യമാകും. അതേപോലെ മുമ്പ് വന്ന സിനിമകൾ, ഇപ്പം അടൂരിന്റെ ബഷീറിന്റെ കഥയെടുത്തിട്ട് അടൂർ ഗോപാലകൃഷ്ണൻ ചെയ്ത മതിലുകളിലും മമ്മൂട്ടി ചെയ്ത കഥാപാത്രം, ജയിലിൽ കഴിയുന്ന തടവുകാരന്റെ സൗന്ദര്യബോധം, നാരായണീയമായിട്ടുള്ള പിന്നെ കമ്മ്യൂണിക്കേഷൻ, സംവേദനം, ഇതൊക്കെ ആ പ്രമേയം സ്വാതന്ത്ര്യബോധത്തെ പറ്റി ധാരാളം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ അടൂർ ഗോപാലകൃഷ്ണൻ തന്നെ ചെയ്ത വിധേയൻ എന്ന സിനിമയിലെ സക്കറിയുടെ കഥ എടുത്തിട്ട് ഭാസ്കര പട്ടേലരുടെ ജീവിതം, ആ സിനിമയിൽ തന്നെ ഈ തൊമ്മി എന്ന കഥാപാത്രം, MR ഗോകുമാർ ചെയ്ത തൊമ്മി എന്ന കഥാപാത്രത്തിന്റെ സ്വാതന്ത്ര്യമില്ലായ്മ, സ്വാതന്ത്ര്യം എന്താണെന്ന് അദ്ദേഹം കാംക്ഷിക്കുന്ന നിമിഷങ്ങൾ, എങ്ങനെ ജീവിതത്തിനൊരു സ്വാതന്ത്ര്യം കിട്ടാൻ പറ്റും, എങ്ങനെ പട്ടേലരുടെ ഒരു അടിമയായിട്ട് ഇങ്ങനെ ജീവിക്കേണ്ടി വരുന്നു. അവസാനം പട്ടേലർ വനത്തിൽ വെടിയേറ്റ് മരിക്കുമ്പോൾ ആർത്തുല്ലസിച്ച് പട്ടേലര് ചത്തെന്നുള്ള പോലെ ഒരു ഡയലോഗും പറഞ്ഞ് ഓടി സന്തോഷിച്ചു പോകുന്ന തൊമ്മിയെ നമ്മൾ ഓർത്ത് നോക്കുക. ഇതേപോലെയാണ് കൊടുമൺ പോറ്റിയെ തളയ്ക്കുമ്പോൾ, അതിലെ ചാത്തനെ തളയ്ക്കുമ്പോൾ മറ്റു രണ്ടു പേര് ഇവർ അടിമകളായിട്ട് അവിടെ നിന്നവര് അനുഭവിക്കുന്ന ആ ഒരു മാനസികാവസ്ഥ, അതിനുശേഷം അവർ തമ്മിലുണ്ടാകുന്ന ഒരു തർക്കം, ഫൈറ്റ്, ഇതൊക്കെ ആ സിനിമയുടെ സെക്കൻഡ് ഹാഫിനെ വളരെ ചതുലമാക്കുന്നുണ്ട്. പ്രമേഹത്തിന്റെ ഫസ്റ്റ് ഹാഫ് ഒരു സ്ലോ പേസിൽ ഇങ്ങനെ പോയി കഥ ബിൽഡപ്പ് ചെയ്തു വരുന്നു. പക്ഷെ അവിടെ എപ്പോഴും മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ കൊടുമൺ പോറ്റിയുടെ ഒരു നോട്ടം, ഒരു വിരലനക്കം, നടക്കുന്ന ഒരു ശബ്ദം, മെതിയടിയുടെ ഒരു ശബ്ദം, അല്ലെ ഊന്നുന്ന വടിയുടെ ഒരു ശബ്ദം ഒക്കെ പ്രകമ്പനം കൊള്ളിക്കുന്ന പെർഫോമൻസ് ആണ് ഈ സ്ലോ പേസിൽ നമുക്ക് ആദ്യ പകുതിയിലും കാണാൻ കഴിയുക. രണ്ടാം പകുതിയിൽ സിനിമയ്ക്ക് വേഗം കൂടുകയാണ്. അതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്തെ രാഷ്ട്രീയത്തിലേക്കാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്. ഇനി ഇതേപോലെ ഫാന്റസിയിലൂടെ, ഭ്രമകൽപ്പനയിലൂടെ പ്രമേയം പറയുന്നത് ഇന്നത്തെ രാഷ്ട്രീയം കൂടിയാണ് എന്നാണ് ഞങ്ങൾ സ്ഥാപിക്കുന്നത്. ഞങ്ങളുടെ വിലയിരുത്തലാണ്. അതിന് ദൈവത്തിന്റെ പ്രാധാന്യം ഇവിടെ ഇല്ല. ദൈവത്തെ പ്രതിഷ്ഠിക്കുന്നതിലാണ് പ്രാധാന്യം. എന്ന് പറഞ്ഞാൽ അയോധ്യ ഉൾപ്പെടെ പറയുകയാണ് അധികാര രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിൽ ദൈവത്തിന് പ്രാധാന്യമില്ല, ദൈവത്തെ പ്രതിഷ്ഠിക്കുന്നതിലാണ് പ്രാധാന്യം. ഇത് കുടമൺ പോറ്റിയുടെ ഡയലോഗിലുണ്ട് ഇതിന്റെ സാരാംശം. ദൈവപ്രതിഷ്ഠയിലൂടെ ദൈവനിരാസമാണ് പ്രഖ്യാപിക്കുന്നത്. ദൈവനിരാസം പ്രഖ്യാപിച്ചിട്ട് ആ ദൈവത്തെ ഉപയോഗപ്പെടുത്തിയിട്ട് അവിടെ അധികാര രാഷ്ട്രീയമാണ് കൈയാളുന്നത് എന്നത് ഈ ഭ്രമയുഗം മുന്നോട്ട് വെക്കുന്ന വലിയൊരു പൊളിറ്റിക്കൽ ലെസണാണ്, ഒരു രാഷ്ട്രീയ പാഠമാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അത്തരം പല കാര്യങ്ങൾ ഈ സിനിമയിൽ കടന്നു വരുന്നുണ്ട്. ഇപ്പം ടി.ഡി. രാമകൃഷ്ണൻ എഴുതിയ സംഭാഷണത്തിലെ ആ ഒരു വാചകം, ഭ്രമയുഗം കലിയുഗത്തിന്റെ ഒരു അപഭ്രംശമാണെന്നും ദൈവത്തിന് ഒന്നും ചെയ്യാനില്ല. അയോധ്യയിലെ രാമനാവട്ടെ മറ്റ് ദൈവങ്ങളായിട്ട് ഒന്നും ചെയ്യാനില്ല. ദൈവത്തെ ഞങ്ങൾ എടുത്തു, പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. പിന്നെ ദൈവം അവിടെ വേണ്ട, പിന്നെ ഞങ്ങളാണ് ദൈവം. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഞങ്ങളാണ് തീരുമാനിക്കുക എന്താ ചെയ്യേണ്ടതെന്ന്. നിങ്ങൾക്ക് ആഹാരം തരും, നിങ്ങൾക്ക് കിടപ്പാടം തരും, നിങ്ങൾക്ക് എല്ലാം തരും, ബാക്കി ഞങ്ങൾ തീരുമാനിക്കും. അതാണ് ഭ്രമയുഗം മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്കൽ മെസ്സേജ് എന്ന് പറയുന്നത്. അപ്പോൾ കൊടുമൺ പോറ്റി തേവനോട് പറയുന്ന ഈ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അതുകൂടിയാണ്. അതായത് സാത്താനാണ്, ചാത്തനാണ് കാര്യം. ഭ്രമയുഗത്തില് സാത്താൻ ഭരിക്കും, ചാത്തൻ ഭരിക്കും. ഇപ്പൊ സമകാലിക രാഷ്ട്രീയം മാത്രമല്ല ഭ്രമയുഗം അനാവരണം ചെയ്യുന്നത്, അത് നമ്മൾ നോട്ട് ചെയ്യണം. നമ്മുടെ സ്വാതന്ത്ര്യം എവിടൊക്കെ, എങ്ങനെയൊക്കെ, വീട്ടിലും നാട്ടിലും നമ്മുടെ ഇടപെടലുകളിലൊക്കെ എങ്ങനെയാണ് നമ്മുടെ സ്വാതന്ത്ര്യം തീരുമാനിക്കപ്പെടുക എന്നതുകൂടിയാണ് ഭ്രമയുഗം മുന്നോട്ട് വെക്കുന്ന മറ്റൊരു സന്ദേശം. 14-ാം നൂറ്റാണ്ടിലെ കഥ പറയുന്ന ഭ്രമയുഗത്തിന്റെ സമകാലിക പ്രസക്തി ഇത് തന്നെയാണ്. അർജുൻ അശോകിന്റെ കഥാപാത്രം തേവൻ സ്വന്തം ജീവിതം പണയം വയ്ക്കുന്ന ഒരു പകിടകളിയാണ് നാം കാണുന്നത് ജീവിതത്തിൽ. സമയത്തെ പണയം വയ്ക്കാൻ മമ്മൂട്ടിയുടെ കൊടുമൺ പോറ്റി തേവനോട് പറയുന്നത് ശ്രദ്ധിക്കുക. നിന്റെ കയ്യിലുണ്ടല്ലോ, അപ്പൊ എൻ്റെ കയ്യിൽ ആകെ ഒരു തുണി മാത്രമേ ഉള്ളൂ, ഒരു തുണി മാത്രമേ ഉള്ളൂ, എൻ്റെ സ്വർണ്ണമില്ല, കാശില്ല, വെക്കാൻ വേറൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഉണ്ട്, നിന്റെ കയ്യിലുണ്ടല്ലോ നിന്റെ സമയം, അതെനിക്ക് തരണം. നിന്റെ സമയം പണയപ്പെടുത്തിയിട്ട് പകിട വയ്ക്ക്, കളിക്ക്. എന്തൊരു പൊളിറ്റിക്കൽ സിനിമയാണിത് നമ്മൾ ചിന്തിച്ചു നോക്കണേ. ഇനി ജനാധിപത്യ പ്രക്രിയയിൽ 5 വർഷത്തിലൊരിക്കൽ ഒരു പകിടകളിയുണ്ട്.
ഉം? അറിയാമല്ലോ. 5 വർഷത്തിൽ ഒരിക്കൽ ഒരു പകിടുകളിയുണ്ട്, നമ്മളെ വെച്ചിട്ടൊരു പകിടുകളി. പിന്നെ പിന്നെ സമയം നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങ് പോയി. ആ നമ്മുടെ സമയം നമ്മൾ പണയപ്പെടുത്തി 5 വർഷത്തേക്ക്. നമ്മുടെ സമയത്തെ പണയപ്പെടുത്തി കളിക്കുന്ന പകിടകളി കൂടിയാണ് ജനാധിപത്യത്തിൽ നിന്ന് പിന്നെ സാംശീകരിച്ച് കൊണ്ടുപോകുന്ന ഫാസിസ്റ്റ് അധികാര രാഷ്ട്രീയം എന്ന ഭയങ്കരമായ സന്ദേശമാണ് ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്നത്. നിനക്ക് മോചനമില്ല, നിനക്ക് പോകാനാവില്ല, നിന്റെ സമയം ഞാനിങ്ങ് എടുത്തു. അപ്പൊ ഇത്രയും രാഷ്ട്രീയം പറയുന്ന ഒരു സിനിമ കൂടിയാണ് ഭ്രമയുഗം എന്ന കാര്യം നമ്മൾ മറക്കാതിരിക്കുക. പിന്നെ ഈ കൊടുമൺ പോറ്റിയുടെ അധികാര സീമയ്ക്കുള്ളിൽ നമ്മൾ തളയ്ക്കപ്പെട്ടു എന്ന് ഉറപ്പാക്കാം. കൊടുമൺ പോറ്റിമാരുടെ ഇങ്ങനെ അവരുടെ അധികാര സീമയ്ക്കുള്ളിൽ നമ്മൾ തളയ്ക്കപ്പെട്ടു, അവിടുന്ന് മോചനം അസാധ്യമാണ്, അല്ലെ മോചനത്തിന്റെ വഴി എത്രയോ ദുർഘടമാണ് എന്നൊക്കെ തോന്നുന്ന നിമിഷങ്ങളാണ് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുക. ഇതിനെ വളരെ ഹോണ്ടിങ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് അതുകൊണ്ടാണ്. വളരെ നമ്മളെ ഹോണ്ട് ചെയ്യുന്ന ഒരു സിനിമ, നമ്മളെ വേട്ടയാടുന്ന ഒരു സിനിമ, നമ്മുടെ ജനാധിപത്യത്തെ, സ്വാതന്ത്ര്യത്തെ ഒക്കെ സങ്കല്പങ്ങളെ വേട്ടയാടുന്ന ഒരു സിനിമ എന്ന രൂപത്തിൽ നമുക്ക് ഭ്രമയുഗത്തിനെ കാണാൻ സാധിക്കും. ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ വിശന്ന് വലഞ്ഞു വന്ന തേവൻ, അതായത് അർജുന അശോകിന്റെ കഥാപാത്രം ആർത്തിയോടെ ആ ഭക്ഷണം ഇങ്ങനെ കോരി കുടിക്കുമ്പോൾ ഇങ്ങനെ മുക്കി വാഗോട്ട് തന്നെ വായിലാക്കി ഇങ്ങനെ ഒരു ആക്രാന്തം എന്ന് പറയില്ല, അങ്ങനെ കഴിക്കുമ്പോൾ കൊടുമൺ പോറ്റി പറയുന്നുണ്ട് ചിരിച്ചുകൊണ്ട്, വയറ് നിറച്ച് കുടിച്ചോളൂ. അപ്പോ അവിടെ തേവൻ പറയുന്നൊരു മറുപടിയുണ്ട്. അതായത് കിടക്കാൻ സ്ഥലവും കഴിക്കാൻ ഭക്ഷണവും തന്ന ദൈവത്തിന് നന്ദി എന്ന് പറയുന്നത് ആ സിനിമയിലെ ഏറ്റവും ഒരു പൊളിറ്റിക്കൽ ഡയലോഗാണ്. കിടക്കാൻ സ്ഥലവും കഴിക്കാൻ ഇഷ്ടംപോലെ ഭക്ഷണം എനിക്ക് തന്ന ദൈവത്തിന് നന്ദി എന്ന് പറയുമ്പോൾ ആ സീനിൽ കൊടുമൺ പോറ്റിയുടെ ഭാവഭേദം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ചിരിച്ചുകൊണ്ട് കുടിച്ചോളൂ വയറു നിറയെന്ന് പറഞ്ഞ കൊടുമൺ പോറ്റി പെട്ടെന്ന് ഭാവം മാറിയിട്ട്, എന്തിനാ ദൈവത്തിന് നന്ദി പറയുന്നത്, ഞാനല്ലേ തന്നത് എന്ന് വളരെ രൂക്ഷമായിട്ടാണ് കൊടുമൺ പോറ്റി പറയുന്നത്. ദൈവത്തിന് ഇതിൻ്റെ അകത്ത് എന്ത് പങ്കുണ്ട്? ഞാനല്ലേ നിനക്ക് ആഹാരം തന്നത്, പിന്നെ ദൈവത്തെ കൂട്ടുപിടിക്കുന്ന എന്തിന്? ദൈവമല്ല, നിന്റെ വിധിയാണ് നിന്നെ ഇവിടെ എത്തിച്ചത്, നിന്റെ വിധിയാണ്. അത്രമാത്രം ശക്തമായ ഒരു പ്രമേയമാണ് ഭ്രമയുഗം എന്ന സിനിമ കൈകാര്യം ചെയ്യുന്നത്. അധികാര രാഷ്ട്രീയത്തിന്റെ ഇടനാഴികളിലെ ഇരുട്ടിനെ അനാവരണം ചെയ്യുന്ന ഭ്രമയുഗമാണ്. ഒന്നുകൂടി പറയാം, അധികാര രാഷ്ട്രീയത്തിന്റെ ഇടനാഴികളിലെ ഇരുട്ടിനെ അനാവരണം ചെയ്യുന്ന സിനിമയാണ് ഭ്രമയുഗം എന്ന സിനിമ. ഇരുട്ടിനെ എങ്ങനെ വെളിച്ചമാക്കാം? ഈ കറുപ്പിലും വെളുപ്പിലും നെയ്തെടുത്ത ഭ്രമയുഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. എങ്ങനെ ഇരുട്ടിനെ വെളിച്ചമാക്കി മാറ്റാം. ഭ്രമയുഗം എന്താ പറയുക, ഒരു അപ്രതീക്ഷിത സംഭവമായിട്ടാണ് സിനിമാ ലോകത്ത് വന്നുപെട്ടത്. ഇങ്ങനെയൊരു സിനിമ ഇറങ്ങുമെന്ന്, ഇതിങ്ങനെയൊരു സിനിമയാണെന്ന് നമുക്ക് ഒരു മുൻധാരണകളും ഇല്ലായിരുന്നു. ഈ പടം റിലീസ് ചെയ്യുന്നത് വരെ നമുക്ക് അങ്ങനെ ഒരു ധാരണയില്ലായിരുന്നു. അവിടെയാണ് ലോകം ചർച്ച ചെയ്യുന്ന സിനിമയായിട്ട് ഭ്രമയുഗം മാറി എന്നുള്ളത്. സോ ഇറ്റ്സ് എ പൊളിറ്റിക്കൽ ഫിലിം. ഇത് വെറും ഹൊറർ, മറ്റേ മുത്തശ്ശി കഥ, ഐതിഹ്യമാലയിലെ പഴയ കുട്ടിച്ചാത്തൻ കഥ പോലെയുള്ള ഒരു വെറും ഹൊറർ സിനിമയല്ല ഭ്രമയുഗം. ഞങ്ങൾ വീണ്ടും പറയുന്നു, ഇറ്റ്സ് എ പൊളിറ്റിക്കൽ ഫിലിം ഓഫ് ദ കറന്റ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഇൻ അവർ കൺട്രി. നമ്മുടെ രാജ്യത്തെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തോട് തുറന്നു വെച്ച ഒരു കണ്ണാടിയാണ്, ഇരുട്ടിൽ നിന്നും തുറന്നു വെച്ച ഒരു കണ്ണാടിയാണ് ഭ്രമയുഗം എന്ന് പറയുന്നത് ഈ സിനിമ.